ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഐഷാസ് ഹെൽത്ത് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് പല പല്ലുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഈ നഷ്ടപ്പെട്ട പല്ലുകൾ നിങ്ങൾ തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? പല്ല് നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പലർക്കും പല പല്ലുകളായിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ചിലർക്ക് മുമ്പിലത്തെ പല്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് പിറകിലത്തെ പല്ലായിരിക്കും. മുമ്പിലത്തെ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റിപ്ലേസ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം മറ്റുള്ളവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒക്കെ നമ്മൾ ആത്മവിശ്വാസത്തെ അത് കാര്യമായി ബാധിക്കും. പക്ഷേ പിറകിലത്തെ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം അത് ശ്രദ്ധിക്കാറില്ല. പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് തിരിച്ച് റിപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ കൃത്രിമ ദന്തം ഉപയോഗിച്ച് അത് തിരിച്ച് റിപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നഷ്ടപ്പെട്ട പല്ലുകൾ നമുക്ക് എങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യാം അഥവാ കൃത്രിമ ദന്തങ്ങളെ കുറിച്ച് അഥവാ വെപ്പ് പല്ലുകളെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പല്ല് നഷ്ടമാവാം. പല്ലിലെ കേടുകൊണ്ടോ, മോണരോഗങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ആക്സിഡന്റലി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പല്ല് നഷ്ടമാവാം. പല്ലുകൾക്ക് പല ഫങ്ഷൻസും ഉണ്ട്. ഇത് നമ്മളെ ചിരിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഫേഷ്യൽ മസിൽസ് അഥവാ മുഖത്തെ പേശികളെ അതിൻ്റെതായ പൊസിഷനിൽ നിർത്താനെല്ലാം സഹായിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പല്ല് നഷ്ടമാവുമ്പോൾ ഇത് ഇതിന്റെ ബാലൻസിനെ ബാധിക്കുന്നു. ഇത് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ചില പഠനങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ മാസ്റ്റിക്കേറ്ററി എഫിഷ്യൻസി അഥവാ നമുക്ക് ഭക്ഷണം ചവയ്ക്കാനുള്ള ഒരു എഫിഷ്യൻസി നമുക്ക് എത്രത്തോളം ഫങ്ഷണൽ ആയിട്ടുള്ള ടൂത്ത് യൂണിറ്റ്സ് അഥവാ പല്ലുകൾ ഉണ്ടെന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം ചവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ തന്നെ ബാധിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും പെർമനന്റ് പല്ല് നഷ്ടമായി കഴിഞ്ഞാൽ, അതിനു മുന്നേ കുട്ടികളിൽ പാൽപ്പല്ല് നേരത്തെ തന്നെ കൊഴിഞ്ഞു പോയാൽ, എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന പെർമനന്റ് പല്ലുകൾ നിരതെറ്റിയ പല്ലുകളായിരിക്കും. അതായത് പല്ലുകൾക്ക് ക്രൗഡിങ് സംഭവിക്കുന്നു. അതുകൊണ്ട് കുട്ടികളിൽ പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞു പോവുക, എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഈ സ്പേസ് മെയിൻറ്റെയിനർ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ വായുടെ അളവ് അനുസരിച്ചാണ് കുട്ടിക്ക് സ്പേസ് മെയിൻറ്റെയിനർ നൽകുന്നത്. സ്പേസ് മെയിൻറ്റെയിനറിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ഒരു പല്ലാണ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇത് കാരണം തൊട്ടടുത്തുള്ള പല്ലുകൾ ഈ സ്പേസിലേക്ക് നീങ്ങാനും ഇതിന് തൊട്ട് മുകളിലത്തെ പല്ല് ഈ ഒരു സ്പേസിലേക്ക് ഇറങ്ങി വരാനും കാരണമാവുന്നു. ഈ ഇറങ്ങി വരുന്ന പല്ലിന് എക്സ്ട്രൂഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പിന്നീട് ഈ പല്ലുകൾക്ക് പുളിപ്പും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. പല്ല് നഷ്ടമായി കഴിഞ്ഞാൽ മറ്റു പല്ലുകൾക്കിടയിൽ സ്പേസ് വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാക്കുന്നു. ഇത് പല്ലുകളുടെ ക്ലെൻസിങ് എബിലിറ്റിയെ തന്നെ ബാധിക്കുന്നു. ഈ ഒരു സ്പേസിൽ ഫുഡ് അടിഞ്ഞുകൂടാൻ അഥവാ ഫുഡ് ഇമ്പാക്ഷന് കാരണമാവുന്നു. ഇത് പിന്നീട് മോണരോഗങ്ങൾക്കും കാരണമാവുന്നു. പല്ല് നഷ്ടമായി കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ബാധിക്കുക നമ്മുടെ മുഖ സൗന്ദര്യത്തെ തന്നെയാണ്, അഥവാ ഫേഷ്യൽ സ്ട്രക്ചറിനെ. ചിലരിൽ കാണാം കവിള് ഒട്ടിയതുപോലെ. അതുപോലെ തന്നെ താടി എല്ലുകൾക്ക് ഒരു ഡീവിയേഷൻ, ഒരു ഭാഗത്തേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ട് കാണാം. അതുപോലെ ഇത് നമ്മുടെ ചുണ്ടുകളുടെ സപ്പോർട്ടിനെയും ബാധിക്കും. പല്ല് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്പീച്ചാണ് അഥവാ നമ്മുടെ ഉച്ചാരണ ശുദ്ധിയെ. ചില വാക്കുകൾ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് എസ്, എഫ്, ടി അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ നമുക്ക് ഉച്ചരിക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗവും ഒരുപോലെ ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമ്മുടെ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് അഥവാ നമുക്ക് വായ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ജോയിന്റിന് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ഇതുമൂലം ഈ ജോയിന്റിന് വേദനയും അതുപോലെ വായ അടയ്ക്കുമ്പോഴും പൂട്ടുമ്പോഴും ഒരു സൗണ്ട്, ഒരു ക്ലിക്ക് സൗണ്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു. നഷ്ടപ്പെട്ട പല്ല് തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആൽവിയോളാർ ബോൺ അഥവാ നമ്മുടെ വയക്കകത്തെ എല്ലിന് തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ നഷ്ടപ്പെട്ട പല്ല് തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ കൃത്രിമ ദന്തം ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്